നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് കന്നിരാശി, അതായത് 18/10/2025 വേഴമാറ്റം കൊണ്ട് കന്നി രാശിക്കാർക്ക് എങ്ങനെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ആ ഭാഗ്യ അനുഭവങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ: ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് ഈ വേഴത്തിൻ്റെ മാറ്റം വളരെയേറെ ഗുണപ്രദമാണ്. അതായത് അഭിഷ്ടസ്ഥാനമായ 11-ലാണ് വേഴത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഉച്ചരാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതെ ഇരുന്ന കാര്യങ്ങൾ, അത് ഏതു തന്നെ ആയിരുന്നാലും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടും. ആ യാത്ര, വിദേശ യാത്രയായിരുന്നാലും, ഇനി വിവാഹാദി കാര്യങ്ങളായാലും, സന്താന ഭാഗ്യമായിരുന്നാലും, യാത്രകൾ, അതായത് ചെറുതും വലുതുമായ യാത്രകൾ ഒക്കെ തന്നെ ശുഭം ആകുന്നു. പിന്നെ ഗ്രഹം മോടി കൂട്ടൽ, പിന്നെ ഗ്രഹനിർമ്മാണം, പിന്നെ ക്രയവിക്രയങ്ങൾ, വാങ്ങുകയും കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ധനപരമായ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ തന്നെ കന്നിരാശിയെ സംബന്ധിച്ച് ശുഭകരമായി വരുന്നതായിട്ട് ഈ വേഴത്തിൻ്റെ അഭിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ആ ഭാഗ്യം നമ്മളെ അറിയിക്കുന്നു. അപ്പോൾ അതിനായി ഈ ഭാഗ്യം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് കാലതാമസം കൂടാതെ തന്നെ നമുക്ക് അനുഭവത്തിൽ വരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന ചെയ്യുന്നത് ഉത്തമമാണ്. അത് വേഴത്തെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗ്യ അനുഭവങ്ങളൊക്കെ നമുക്ക് കാലതാമസം കൂടാതെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ, അത് നമുക്ക് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നതിനായിട്ട് ശനി പ്രീതി കൂടി ചെയ്യേണ്ടതാണ്. അത് പറയാനുള്ള കാരണം, നിങ്ങളുടെ 7-ാം ഭാവം യാത്രാസ്ഥാനമെന്ന് പറയും, ജീവിത പങ്കാളിയുടെ സ്ഥാനമെന്ന് പറയും, ജീവിത ഭാര്യയോ ഭർത്താവോ, പിന്നെ യാത്ര അതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള സ്ഥാനത്താണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ അത് നടക്കുമോ എന്നുള്ള നിവൃത്തി സ്ഥാനമെന്ന് പറയും. അവിടെയാണ് ശനി നിൽക്കുന്നത്. ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശനിയെ കൂടി ശനിയാഴ്ച നമ്മൾ മറന്നു പോകാതെ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ എള്ള് പായസം, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുകൂടി ചെയ്തു പോകണം. എന്നാൽ ഈ വേഴത്തെ കൊണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാവിധമായ ഭാഗ്യവും നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പോൾ വേഴപ്രീതി പിന്നെ ശനിപ്രീതി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകുന്നതായിട്ട് കന്നിരാശിയിൽ കാണുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചാരവശാലുള്ള വേഴത്തിൻ്റെ സഞ്ചാരപഥം വച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ദശ മോശമാണ്, അല്ലെങ്കിൽ അപഹാരം മോശമാണ്, അങ്ങനെയൊക്കെ വന്നിരുന്നാൽ ഇതിൽ ഈ കുറവ് വരും.
അവിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് വേഴം തരാൻ ഉദ്ദേശിക്കുന്നതായ ഭാഗ്യങ്ങൾക്ക് അല്പക്കുറവ് വരും. അതാണ് 100% കിട്ടത്തില്ല. അതാണ് ദശയോ അപഹാരമോ മോശമായാലുള്ള അവസ്ഥ. എന്നാൽ നിങ്ങളുടെ റിയൽ ജാതകത്തിൽ ജാതി മത വർഗഭേദമന്യേ നിങ്ങളുടെ യഥാർത്ഥ ജാതകത്തിൽ വേഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെ 100%ആയിട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.